നമ്മൾ പൊതുവെ മലയാളത്തിൽ സംസാരിക്കാറുള്ളതാണ് ഞാൻ നിന്നെ സഹായിക്കുമായിരുന്നു, ഞാൻ നിന്നെ വിളിക്കുമായിരുന്നു, ഞാൻ അവിടെ പോകുമായിരുന്നു, നീ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത് എടുക്കുമായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുവെ മലയാളത്തിൽ നമ്മൾ സംസാരിക്കാറുള്ളതാണ്. ഈ കാര്യങ്ങൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. എല്ലാവരെയും ഇംഗ്ലീഷ് ടുഡേയുടെ 59ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇറ്റ്സ് മീ മുഹമ്മദ് സഫ്വാൻ. വെൽക്കം ടു ദ ഇംഗ്ലീഷ് ടുഡേ. എല്ലാവരും ക്ലാസ്സുകൾ ഓർഡർ ക്രമത്തിൽ കണ്ടുപഠിച്ചിട്ടാണ് ഈ ക്ലാസ്സിലേക്ക് വന്നതെന്ന് വിചാരിക്കുന്നു. കാണാത്തവർ നിർബന്ധമായിട്ടും ക്ലാസ്സുകൾ ഓർഡർ ക്രമത്തിൽ തന്നെ കണ്ടുപഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ കോഴ്സിലൂടെ കൃത്യമായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ എങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ എന്താണോ ഈ കോഴ്സിലൂടെ പഠിച്ചത് ആ പഠിച്ചത് വെച്ച് നിങ്ങൾ സംസാരിച്ച് പരിശീലിക്കാൻ വേണ്ടി ശ്രമിക്കുക. അഥവാ നിങ്ങൾക്ക് സംസാരിച്ച് പരിശീലിക്കാനുള്ള ഒരു അവസരം പുറത്ത് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ദിവസവും അരമണിക്കൂർ വെച്ചിട്ട് സംസാരിച്ച് പരിശീലിപ്പിക്കുന്ന കോഴ്സ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോഴ്സിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത വരുന്നത് നിങ്ങളും ടീച്ചറും മാത്രമായിരിക്കും ക്ലാസ്സിലുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു മടിയോ പേടിയോ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് സംസാരിച്ച് പരിശീലിക്കാൻ പറ്റുന്നതാണ്. ക്ലാസ്സിനെ കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഞാൻ പഠിക്കുമായിരുന്നു എന്നങ്ങനെ പറയാൻ പറ്റും. ഞാൻ പഠിക്കുമായിരുന്നു. ഐ വുഡ് ഹാവ് സ്റ്റഡീഡ്. ഞാൻ പഠിക്കുമായിരുന്നു. ഇതിന്റെ സാഹചര്യവും വാക്കുകളുടെ ഓർഡറും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. സാഹചര്യം എന്ന് പറയുമ്പോൾ ഞാൻ പണ്ടൊരു കാര്യം ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത്. ചെയ്ത് കഴിഞ്ഞ കാര്യമല്ല. കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ചെയ്ത് കഴിഞ്ഞ കാര്യമല്ല. എനിക്ക് പണ്ട് ഞാനൊരു കാര്യം ചെയ്യുമായിരുന്നു. ഞാൻ പോകുമായിരുന്നു, ഞാൻ കളിക്കുമായിരുന്നു. നമ്മൾ പൊതുവേ പറയാറുള്ളതാണ് ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷെ ചെയ്ത് കഴിഞ്ഞ കാര്യമല്ല. അതുപോലെ തന്നെ വാക്കുകളുടെ ഓർഡറും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആദ്യം എന്ന് പറയുന്നത് ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് അത് വെച്ചു കൊടുക്കുക. ഇവിടെ എന്ന് പറയുന്നത് ഐ എന്നുള്ളതാണ്. രണ്ടാമത് വുഡ് ചേർക്കാം. മൂന്നാമതായിട്ട് ഹാവ് ചേർക്കാം. നാലാമതായിട്ട് ഇവിടെ സ്റ്റഡി എന്നുള്ളതാണ് പ്രവൃത്തി വരുന്നത്. സ്റ്റഡി എന്ന് ചേർക്കാം. അതിന്റെ സ്റ്റഡി എന്നല്ല വരിക. അപ്പോൾ സ്റ്റഡീഡ് എന്നാണ്. ഹാവ് വരുമ്പോൾ V3 ആണ് വരിക. ഈ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് തെറ്റിപ്പോകും. കൂടാതെ ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് വുഡ് ഹാവ് എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം വരുന്നത്. വുഡ് ഹാവ് എന്നുള്ളത്. അപ്പോൾ ഇതിനെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു അർത്ഥമൊന്നും വെക്കരുത്. ഈ ഒരു സാഹചര്യത്തിന് ഈ കാര്യമാണ് വരിക എന്നുള്ളത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ ഓരോന്നോരോന്നിനും അർത്ഥം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. നമുക്കിതിന്റെ ഉദാഹരണ സഹിതം നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ പോകുമായിരുന്നു എന്നങ്ങനെ പറയാൻ പറ്റും. ഞാൻ പോകുമായിരുന്നു. ഐ വുഡ് ഹാവ് ഗോൺ. ഗോന്റെ V3 ആണ് ഗോൺ വരുന്നത്. ഐ വുഡ് ഹാവ് ഗോൺ. ഞാൻ പോകുമായിരുന്നു. അവൾ വിളിക്കുമായിരുന്നു എന്നങ്ങനെ പറയാൻ പറ്റും. അവൾ വിളിക്കുമായിരുന്നു. ഷീ വുഡ് ഹാവ് കോൾഡ്. അവൾ വിളിക്കുമായിരുന്നു. അവർ വരുമായിരുന്നു എന്നങ്ങനെ പറയാൻ പറ്റും. അവർ വരുമായിരുന്നു. കമ്മ് എന്നുള്ളതാണ് വരിക എന്നുള്ളത്. അതിന്റെ V3 എന്ന് പറയുന്നത് കമ്മ് തന്നെയാണ്. ദേ വുഡ് ഹാവ് കം. അവർ വരുമായിരുന്നു. അവൾ സഹായിക്കുമായിരുന്നു എന്നങ്ങനെ പറയാൻ പറ്റും. അവൾ സഹായിക്കുമായിരുന്നു. ഷീ വുഡ് ഹാവ് ഹെൽപ്ഡ്. അവൾ സഹായിക്കുമായിരുന്നു. നിങ്ങൾ ഇതിന്റെ അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഞാൻ പണ്ടൊരു കാര്യം ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത്. ചെയ്ത് കഴിഞ്ഞ കാര്യമല്ല, ഒരു സാധ്യതയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരു സാധ്യതയെ കുറിച്ചിട്ട് കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ടായിരുന്നു. കുഡ് ഹാവ് വെച്ചിട്ട്. കുഡ് ഹാവ് വെച്ചിട്ട് അതിന്റെ അർത്ഥം വരുന്നതാണ് എനിക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു. ഇത് എന്ന് പറയുന്നത് ഞാൻ ചെയ്യുമായിരുന്നു എന്നാണ്. രണ്ടിന്റെയും അർത്ഥത്തിൽ എന്ന് പറയുന്നത് മാറ്റമുണ്ട്. ഈ ഒരു മാറ്റം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമുക്കടുത്തത് ഇതിന്റെ കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ നോക്കാം. നമ്മൾ ഇപ്പോൾ നോക്കിയത് ചെറിയ ഉദാഹരണങ്ങളാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഉദാഹരണങ്ങളാണ് നോക്കിയത്. നമുക്കടുത്തത് വലിയ ഉദാഹരണങ്ങൾ നോക്കാം. അതും സംസാരത്തിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ നമുക്കടുത്ത് നോക്കാം. ഞാൻ നിങ്ങളെ സഹായിക്കുമായിരുന്നു എന്നങ്ങനെ പറയാൻ പറ്റും. ഞാൻ നിങ്ങളെ സഹായിക്കുമായിരുന്നു. സഹായിച്ച കാര്യമല്ല, സഹായിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് യു. ഞാൻ നിങ്ങളെ സഹായിക്കുമായിരുന്നു. അവൾ ഞങ്ങളുടെ കൂടെ വരുമായിരുന്നു എന്നങ്ങനെ പറയാൻ പറ്റും. അവൾ ഞങ്ങളുടെ കൂടെ വരുമായിരുന്നു. ഷീ വുഡ് ഹാവ് കം വിത്ത് അസ്. വിത്ത് എന്ന് പറയുന്നത് കൂടെ എന്നുള്ളതാണ്. അസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ. ഷീ വുഡ് ഹാവ് കം വിത്ത് അസ്. അവൾ ഞങ്ങളുടെ കൂടെ വരുമായിരുന്നു. അവൻ നമുക്ക് കുറച്ച് വെള്ളം തരുമായിരുന്നു എന്നങ്ങനെ പറയാൻ പറ്റും. തന്ന കാര്യമല്ല, തരുമായിരുന്നു എന്നാണ് പറയുന്നത്. ഹി വുഡ് ഹാവ് ഗിവൺ സം വാട്ടർ. അവൻ നമുക്ക് കുറച്ച് വെള്ളം തരുമായിരുന്നു.
അവർ നിങ്ങളെ അറിയിക്കുമായിരുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? അവർ നിങ്ങളെ അറിയിക്കുമായിരുന്നു. അറിയിക്കുക എന്നുള്ളത് ഇൻഫോം എന്നുള്ളതാണ്. ദേ വുഡ് ഹാവ് ഇൻഫോംഡ് യു. അവർ നിങ്ങളെ അറിയിക്കുമായിരുന്നു. അടുത്ത ഉദാഹരണം നോക്കാം. അവൻ അത് ചെയ്യുമായിരുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? ചെയ്യുമായിരുന്നു. ചെയ്ത് കഴിഞ്ഞ കാര്യമല്ല, ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത്. ഹി വുഡ് ഹാവ് ഡൺ ഇറ്റ്. അവൻ അത് ചെയ്യുമായിരുന്നു. അവൾ അവിടെ ചേരുമായിരുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? അവൾ അവിടെ ചേരുമായിരുന്നു. ഷീ വുഡ് ഹാവ് ജോയിൻഡ് there. അവൾ അവിടെ ചേരുമായിരുന്നു. അടുത്ത ഉദാഹരണം നോക്കാം. ഞാൻ എൻ്റെ ഫോണ് കൊടുക്കുമായിരുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? ഞാൻ എൻ്റെ ഫോണ് കൊടുക്കുമായിരുന്നു. കൊടുക്കുക എന്നുള്ളത് ഗിവ് എന്നുള്ളതാണ്. അതിൻ്റെ V3 ആണ് ഗിവൺ എന്നുള്ളത്. ഐ വുഡ് ഹാവ് ഗിവൺ മൈ ഫോൺ. ഞാൻ എൻ്റെ ഫോണ് കൊടുക്കുമായിരുന്നു. അടുത്ത ഉദാഹരണം നോക്കാം. ഞാൻ നിനക്ക് വേണ്ടി അവനോട് ചോദിക്കുമായിരുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? ഞാൻ നിനക്ക് വേണ്ടി അവനോട് ചോദിക്കുമായിരുന്നു. ഐ വുഡ് ഹാവ് ആസ്ക്ഡ് ഹിം ഫോർ യു. ഞാൻ നിനക്ക് വേണ്ടി അവനോട് ചോദിക്കുമായിരുന്നു. അടുത്തത് നമുക്ക് ഇഫ് വെച്ചിട്ട് വലിയ വാക്കുകളാക്കിയിട്ട് ഇതേ രൂപം, വുഡ് ഹാവിൻ്റെ രൂപം വലിയ വാക്കുകളാക്കിയിട്ട് മാറ്റിക്കൊണ്ടുള്ള കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. നീ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കുമായിരുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് യു ഇഫ് യു ഹാഡ് ആസ്ക്ഡ് മീ. ഇഫിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്. അതുപോലെ തന്നെ ഹാഡിൻ്റെ കാര്യവും നമ്മൾ പഠിച്ചതാണ്. ഇഫ് എന്ന് പറഞ്ഞാൽ എങ്കിൽ എന്നുള്ള അർത്ഥമാണ് വരിക. ഇഫ് യു ഹാഡ് എന്നാൽ ഇഫ് യു ഹാഡ് ആസ്ക്ഡ് മീ, നീ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നുള്ള അർത്ഥമാണ് വരിക. നീ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അവൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? ഷീ വുഡ് ഹാവ് വെയിറ്റഡ് ഫോർ യു ഇഫ് യു ഹാഡ് ടോൾഡ് ഹർ. നീ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അവൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. അടുത്ത ഉദാഹരണം നോക്കാം. നീ അവരെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ നിങ്ങളുടെ വിവാഹത്തിന് പങ്കെടുക്കുമായിരുന്നു എന്നെങ്ങനെ പറയാം? ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ് ദം ദേ വുഡ് ഹാവ് അറ്റൻഡഡ് യുവർ വെഡ്ഡിങ്. നീ അവരെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ നിങ്ങളുടെ വിവാഹത്തിന് പങ്കെടുക്കുമായിരുന്നു. അടുത്ത ഉദാഹരണം നോക്കാം. നീ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്റെ കൂടെ വരുമായിരുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? ഇഫ് യു ഹാഡ് കോൾഡ് മീ ഐ വുഡ് ഹാവ് കം വിത്ത് യു. നീ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്റെ കൂടെ വരുമായിരുന്നു. അടുത്ത ഉദാഹരണം നോക്കാം. നീ കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ വിജയിക്കുമായിരുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? ഇഫ് യു ഹാഡ് പ്ലേഡ് വി വുഡ് ഹാവ് വോൺ. നീ കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ വിജയിക്കുമായിരുന്നു. അടുത്ത ഉദാഹരണം നോക്കാം. അവൾ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവൾ വിജയിക്കുമായിരുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? ഇഫ് ഷീ ഹാഡ് റിട്ടേൺ ദ എക്സാം ഷീ വുഡ് ഹാവ് പാസ്ഡ്. അവൾ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവൾ വിജയിക്കുമായിരുന്നു. അടുത്ത ഉദാഹരണം നോക്കാം. നീ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിനക്ക് ഈ ജോലി കിട്ടുമായിരുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? നീ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിനക്ക് ഈ ജോലി കിട്ടുമായിരുന്നു. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് ഇംഗ്ലീഷ് യു വുഡ് ഹാവ് ഗോട്ട് ദിസ് ജോബ്. നീ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിനക്ക് ഈ ജോലി കിട്ടുമായിരുന്നു. നമ്മളിപ്പോൾ നോക്കിയത് പോസിറ്റീവായിട്ടുള്ള രൂപത്തിലുള്ള ഉദാഹരണങ്ങളാണ് നമ്മളിപ്പം നോക്കിയത്. അടുത്തെന്ന് പറയുന്നത് നെഗറ്റീവായിട്ടുള്ള രൂപത്തിലുള്ള ഉദാഹരണങ്ങൾ നോക്കാം. ഞാൻ പഠിക്കുമായിരുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ഞാൻ പഠിക്കുമായിരുന്നില്ല. ഐ വുഡ് നോട്ട് ഹാവ് സ്റ്റഡീഡ്. ഞാൻ പഠിക്കുമായിരുന്നില്ല. വുഡ് നോട്ട് എന്ന് പറയാം, അതിനെ ഷോർട്ടാക്കിയിട്ട് വുഡിൻഡ് എന്നും പറയാൻ പറ്റുന്നതാണ്. ഐ വുഡിൻഡ് ഹാവ് സ്റ്റഡീഡ്. ഞാൻ പഠിക്കുമായിരുന്നില്ല. നമുക്കിതിന്റെ ഉദാഹരണങ്ങൾ നോക്കാം. ഞാൻ വിളിക്കുമായിരുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ഞാൻ വിളിക്കുമായിരുന്നില്ല. ഐ വുഡിൻഡ് ഹാവ് കോൾഡ്. ഞാൻ വിളിക്കുമായിരുന്നില്ല. അവൾ എടുക്കുമായിരുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? എടുക്കുമായിരുന്നില്ല. എടുക്കുക എന്നുള്ളത് ടേക്ക് എന്നുള്ളതാണ്. അതിന്റെ V3 ആണ് ടേക്കൺ എന്ന് പറയുന്നത്. ഷീ വുഡിൻഡ് ഹാവ് ടേക്കൺ. അവൾ എടുക്കുമായിരുന്നില്ല. അവൻ വരുമായിരുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? അവൻ വരുമായിരുന്നില്ല. ഹി വുഡിൻഡ് ഹാവ് കം. അവൻ വരുമായിരുന്നില്ല. അവൾ സഹായിക്കുമായിരുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? അവൾ സഹായിക്കുമായിരുന്നില്ല. ഷീ വുഡിൻഡ് ഹാവ് ഹെൽപ്ഡ്. അവൾ സഹായിക്കുമായിരുന്നില്ല. നമ്മളിപ്പോൾ നോക്കിയത് ചെറിയ ഉദാഹരണങ്ങളാണ്. നമുക്ക് വലിയ രീതിയിലുള്ള ഉദാഹരണങ്ങൾ നോക്കാം. അതും സംസാരത്തിലൊക്കെ നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വലിയ രീതിയിലുള്ള ഉദാഹരണങ്ങൾ നമുക്കടുത്ത് നോക്കാം. ഞാൻ നിങ്ങളെ അറിയിക്കുമായിരുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ഞാൻ നിങ്ങളെ അറിയിക്കുമായിരുന്നില്ല. ഐ വുഡിൻഡ് ഹാവ് ഇൻഫോംഡ് യു. ഞാൻ നിങ്ങളെ അറിയിക്കുമായിരുന്നില്ല.
അവൾ ക്രിക്കറ്റ് കളിക്കുമായിരുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? അവൾ ക്രിക്കറ്റ് കളിക്കുമായിരുന്നില്ല. ഷീ വുഡിൻറ്റ് ഹാവ് പ്ലേഡ് ക്രിക്കറ്റ്. അവൾ ക്രിക്കറ്റ് കളിക്കുമായിരുന്നില്ല. ഞാൻ നിന്റെ കൂടെ വരുമായിരുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ഞാൻ നിന്റെ കൂടെ വരുമായിരുന്നില്ല. ഐ വുഡിൻറ്റ് ഹാവ് കം വിത്ത് യു. ഞാൻ നിന്റെ കൂടെ വരുമായിരുന്നില്ല. അടുത്ത ഉദാഹരണം നോക്കാം. അവൻ നിങ്ങളെ പഠിപ്പിക്കുമായിരുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? പഠിപ്പിക്കുക എന്ന് പറയുന്നത് ടീച്ച് എന്നുള്ളതാണ്. അതിൻ്റെ V2ഉം V3യും വരുന്ന ടോട്ട് എന്നാണ് പറയുക. ഹി വുഡിൻറ്റ് ഹാവ് ടോട്ട് യു. അവൻ നിങ്ങളെ പഠിപ്പിക്കുമായിരുന്നില്ല. അടുത്ത ഉദാഹരണം നോക്കാം. ഞാൻ പോലീസിനെ അറിയിക്കുമായിരുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ഞാൻ പോലീസിനെ അറിയിക്കുമായിരുന്നില്ല. ഐ വുഡിൻറ്റ് ഹാവ് ഇൻഫോംഡ് ദ പോലീസ്. ഞാൻ പോലീസിനെ അറിയിക്കുമായിരുന്നില്ല. അടുത്ത ഉദാഹരണം നോക്കാം. അവൾ അത് ചെയ്യുമായിരുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ഷീ വുഡിൻറ്റ് ഹാവ് ഡൺ ഇറ്റ്. അവൾ അത് ചെയ്യുമായിരുന്നില്ല. അടുത്ത ഉദാഹരണം നോക്കാം. അവൻ നിങ്ങളെ ഒഴിവാക്കുമായിരുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ഒഴിവാക്കുക എന്നുള്ളത് അവോയ്ഡ് എന്നുള്ളതാണ്. ഹി വുഡിൻറ്റ് ഹാവ് അവോയ്ഡഡ് യു. അവൻ നിങ്ങളെ ഒഴിവാക്കുമായിരുന്നില്ല. അടുത്ത ഉദാഹരണം നോക്കാം. അവർ ഒന്നും മറക്കുമായിരുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? അവർ ഒന്നും മറക്കുമായിരുന്നില്ല. ദേ വുഡിൻറ്റ് ഹാവ് ഫോർഗോട്ടൻ എനിത്തിങ്. അവർ ഒന്നും മറക്കുമായിരുന്നില്ല. ഫോർഗെറ്റിൻ്റെ V3 ആണ് ഫോർഗോട്ടൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിച്ച കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമുക്ക് നല്ല രീതിയിൽ സംസാരത്തിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ കാര്യങ്ങൾ വെച്ച് പ്രാക്ടീസ് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് എവിടെയാണോ സംസാരിക്കാനുള്ള ഒരു അവസരം ലഭിക്കുന്നത് അവിടെ ഈ കാര്യങ്ങളൊക്കെ വെച്ച് സംസാരിച്ച് പരിശീലിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായത് കൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങൾ എന്താണോ ഈ ക്ലാസ്സിലൂടെ പഠിച്ചത് ആ കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും സംസാരത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ കാര്യങ്ങളൊക്കെ മറന്നുപോകും. അതുകൊണ്ട് നിങ്ങൾക്ക് എവിടെയാണോ അവസരം ലഭിക്കുന്നത് അവിടെ നിങ്ങൾ സംസാരിച്ച് പരിശീലിക്കാൻ വേണ്ടി ശ്രമിക്കുക. കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടാതെ നിങ്ങളുടെ ബന്ധപ്പെട്ടവരിലേക്ക് ഈ ഒരു വീഡിയോസ് എത്തിച്ചു കൊടുക്കാം. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവര് ഒരു ഷോർട്ട് ബ്രേക്ക്.